ഗ്യോത്തെ ആണെങ്കിൽ ലൈഫ് ടൈം ആണ് ഒഫീഷ്യൽ വാലിഡിറ്റി. പക്ഷേ പ്രാക്ടിക്കൽ അക്സെപ്റ്റൻസിൽ പ്രാക്ടിക്കലായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് 2 to 3 years ആണ് പ്രിഫേർഡ്. 3 years എന്നൊക്കെ പറഞ്ഞാൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. സർട്ടിഫിക്കറ്റ് ഈസ് ഓൾഡർ ദാൻ 2 to 3 years. 2-3 വർഷത്തിന് മുകളിലായിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ബാക്കി 2 മൊഡ്യൂളും കൂടെ എഴുതിയെടുത്താൽ മതി. റീസെന്റ് ആയിട്ടുള്ള 1-2 മൊഡ്യൂൾസ് അവർക്ക് കാണണം. ഹലോ എവരിവൺ, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി. പലരും എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, സാറേ ഈ 1 വർഷമായ സർട്ടിഫിക്കറ്റ് എടുക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ 2 വർഷമായ സർട്ടിഫിക്കറ്റ് എടുക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ റിജക്ഷൻ വരുന്നുണ്ടെന്ന് കേൾക്കുന്നത്. അപ്പോൾ പലരും എനിക്ക് വാട്സപ്പിലും പേഴ്സണലായിട്ടും അതേപോലെ ഓഫീസിലായിട്ടും അതേപോലെ നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ കമൻറ്റുകൾ ചെയ്യാറുണ്ട്, ഈ സർട്ടിഫിക്കേഷൻ വാലിഡിറ്റിയെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ ഇത് അവർക്കുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വാലിഡിറ്റിയെ പറ്റി ആണ് നമ്മുടെ ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന് പറയാം. നമുക്ക് നോക്കാം. അപ്പൊ പലരുടെ ഒരു ഡൗട്ട് ആയിരിക്കും, ഈ ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് 1 year ആണോ 2 year ആണോ 3 year ആണോ വാലിഡിറ്റി എന്നൊക്കെ പറയുന്നത്. നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പം ഇസ് ദെയർ ആൻ ഒഫീഷ്യൽ എക്സ്പയറി ഡേറ്റ്? അപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റിന് 1 year 2 year 3 അങ്ങനെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം പലർക്കും കാണും, അല്ലെ? അതിനുള്ളൊരു ഉത്തരമാണ് നോ, ഇല്ല. ജർമ്മൻ സർട്ടിഫിക്കറ്റ്സ് ഡു നോട്ട് ഒഫീഷ്യലി എക്സ്പയർ. അപ്പൊ ജർമ്മൻ സർട്ടിഫിക്കറ്റ് ഒരിക്കലും ഒഫീഷ്യൽ ഇതുവരെയുള്ള റൂൾ പ്രകാരം ഇതുവരെയും എക്സ്പയർ ആയിട്ടില്ല. എന്തുകൊണ്ടാണ്? സർട്ടിഫിക്കറ്റ്സ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഗ്യോത്തെ, ടെൽ, ടെസ്ഡാഫ്, OST എന്ന് പറയുന്ന ഈ ഇത്രയും എക്സാംസിന്റെ സർട്ടിഫിക്കറ്റ്സിന് ഒരിക്കലും ഒഫീഷ്യലി എക്സ്പയർ എന്ന് വെച്ചാൽ ഒഫീഷ്യലി എക്സ്പയർ ഇല്ല. ആർ വാലിഡ് ഫോർ ലൈഫ് ടൈം. ഈ ഒരു സർട്ടിഫിക്കറ്റ്, അപ്പൊ ഇത്രയും കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കേഷൻസ് എന്താണ്? ലൈഫ് ടൈം വാലിഡിറ്റി ആണുള്ളത്. അപ്പം നിങ്ങൾക്കൊരു തോന്നിയേക്കാം, അപ്പൊ ഈ ഏജൻസീസ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ അല്ലേ, അപ്പൊ അതിനൊരു സത്യമുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രാക്ടിക്കൽ വാലിഡിറ്റി ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജോബ്സിന് വേണ്ടിയൊക്കെ നോക്കുന്നവര്, ഈവൻ ദോ സർട്ടിഫിക്കറ്റ്സ് ഡോണ്ട് എക്സ്പയർ ഒഫീഷ്യലി, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്ലൈ ദെയർ ഓൺ റൂൾസ്. എന്ന് പറഞ്ഞാൽ എന്താ? സത്യം പറഞ്ഞാൽ ജർമ്മൻ സർട്ടിഫിക്കറ്റ് ഒരിക്കലും എക്സ്പയർ ആകുന്നില്ല. പക്ഷെ നമ്മൾ ചില യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടേതായ ഒരു റൂൾസ് ഉണ്ട്. യൂണിവേഴ്സിറ്റീസ് ഇൻ ജർമ്മനി പ്രിഫർ സർട്ടിഫിക്കറ്റ്സ് നോട്ട് ഓൾഡർ ദാൻ 2 or 3 years. 2-3 വർഷം വരെയുള്ള സർട്ടിഫിക്കറ്റ്, അതിൽ കൂടുതൽ പോകാം. എന്ന് വെച്ചാൽ 3 വർഷത്തിൽ കൂടുതൽ പോകാനായിട്ട് പറ്റത്തില്ല. അത് യൂണിവേഴ്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലവര് 2 വർഷമായിരിക്കും വാലിഡിറ്റി കൊടുക്കുന്നത്, 2 വർഷത്തിൽ മുകളിൽ പോയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എടുക്കത്തില്ല. ചിലവര് 3 വർഷത്തിന് മുകളിൽ പോകുന്ന സർട്ടിഫിക്കറ്റും എടുക്കത്തില്ല. എസ്പെഷ്യലി ഫോർ ടെസ്ഡാഫ് ആൻഡ് DHS എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. ദേ വാണ്ട് പ്രൂഫ് ഓഫ് യുവർ കറണ്ട് ലാംഗ്വേജ് എബിലിറ്റി. അതപ്പം ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളോട് ചോദിക്കുന്നത്, ഇപ്പം 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ 3 വർഷം ഉണ്ടെങ്കിൽ എടുക്കത്തുള്ളൂ, അതിൽ കൂടുതലായത് എടുക്കത്തില്ല എന്ന് പറയുന്നതിന്റെ റീസൺ എന്തുകൊണ്ടാണ്? ദേ വാണ്ട് പ്രൂഫ് ഓഫ് യുവർ കറണ്ട് ലാംഗ്വേജ്. നിങ്ങൾ ഇപ്പം പഠിച്ച് പാസ്സായ ഒരു എബിലിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അവരുടെ നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ് അറിയണം. ചിലവർക്ക് 2 വർഷം ജർമ്മൻ പഠിച്ച് B2 സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ചിലപ്പോൾ അവർ ഇന്റർവ്യൂസ് ഫെയിൽ ആകാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂ കിട്ടി ജർമ്മനി ചെന്നിട്ട് 6 മാസം പ്രൊബേ സൈറ്റിൽ അവർക്ക് ചിലപ്പോൾ നല്ലപോലെ പെർഫോമൻസോ അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷനോ ലീഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവരെ ഇങ്ങ് തിരിച്ചു പറഞ്ഞയക്കുന്നത്. മനസ്സിലാവുന്നു? അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവരെ ഇങ്ങ് നേരെ ഡയറക്റ്റ് തിരിച്ചയക്കുക. ഓക്കെ, അല്ലെങ്കിൽ അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കുവാണ്. നിങ്ങൾക്ക് ഞങ്ങളെ എലിജിബിലിറ്റി ആവുന്നില്ല, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ടോ. ഇതാണ് യൂണിവേഴ്സിറ്റീസ് ജർമ്മനീസ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നോട്ട് ഓൾഡർ ദാൻ 2 or 3 years. ഓക്കെ, നെക്സ്റ്റ് വൺ, ജോബ് ഹൗസ് ബിൽഡിംഗ് വിസ. അപ്പൊ യാത്ര, ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് പോകുന്നവർക്കോ വേണ്ടിയാണ്. ഇപ്പൊ +2 കഴിഞ്ഞൊക്കെ പഠിക്കാൻ പോകുന്നവർക്കോ അല്ലെങ്കിൽ ജോബ് നോക്കുന്നവർക്കോ ഒക്കെ വിസയുടെ കാര്യങ്ങളൊന്നും പരിചയപ്പെടാം. യൂഷ്വലി അക്സെപ്റ്റ് സർട്ടിഫിക്കറ്റ്സ് അപ് ടു 2 to 3 years old. എന്ന് വെച്ചാൽ 2-3 വർഷമായ സർട്ടിഫിക്കറ്റ്സ് അവരെന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. സം എംപ്ലോയേഴ്സ് മേ അക്സെപ്റ്റ് ഓൾഡർ വൺസ് ഇഫ് 2-3 വർഷം പഴക്കമുള്ള സർട്ടിഫിക്കറ്റ്
കഴിഞ്ഞ് ചിലവർ 2 വർഷമായിരിക്കും, ചിലവർ 3 വർഷമായിരിക്കും, പറയാൻ പറ്റത്തില്ല, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ചില എംപ്ലോയീസ് 2-3 വർഷം കഴിഞ്ഞവരുടെ സർട്ടിഫിക്കറ്റ് വെച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്, യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വെൽ ഇൻ ജർമ്മൻ ഡ്യൂറിങ് ഇന്റർവ്യൂസ്. നിങ്ങൾ ജർമ്മൻ ഇന്റർവ്യൂ, അത് ജോബിനായിക്കോട്ടെ ഹൗസ് ബിൽഡിംഗ് കോഴ്സസിനായിക്കോട്ടെ, ഈ കോഴ്സിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എംപ്ലോയീസുമായിട്ട് ഫസ്റ്റ് ട്രയൽ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസ് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവരെ എടുക്കത്തുള്ളൂ. മീൻസ് അവര് നിങ്ങളെ എടുക്കത്തുള്ളൂ. ക്ലിയർ എന്ന് വെച്ചാൽ എംപ്ലോയീസ്, ജർമ്മൻ എംപ്ലോയീസ് നിങ്ങളെ സെലക്ട് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് പോകുന്നവരാണ് കൂടുതലും. അവർക്ക് ഏകദേശം B1 B2 വരെ ഉണ്ട്. ഇപ്പോഴത്തെ മാൻഡേറ്ററി B2 ആണ് പറയുന്നത്. B1 വെച്ചും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു, അറിയില്ല. പക്ഷേ എംപ്ലോയീസ് B1 ഫുൾ മൊഡ്യൂൾ വെച്ച് കൊടുത്താലും അവർക്ക് ഇന്റർവ്യൂവിൽ അവർ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്, നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല ലാംഗ്വേജ് ഉണ്ട് എന്നുള്ളതൊക്കെ അവർ വിലയിരുത്തി നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് കാര്യങ്ങളാണ് അവർ പറയുന്നത്. നിനക്ക് നല്ല ലാംഗ്വേജ് ഉണ്ട്, നല്ല രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ പോസിബിലിറ്റി കൂടുതലാണ്. ജോബ് വിസ ഉള്ളവർക്ക് എംബസി മേ ചെക്ക് ഹൗ റീസെന്റ് ഇറ്റ് ഈസ്. എന്ന് വെച്ചാൽ ജോബ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കും. ഇപ്പൊ റീസെന്റ് ആയിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആണോ എന്ന് നോക്കും. കാരണം ജോബിന് കുറച്ചുകൂടെ ലാംഗ്വേജ് കൂടുതൽ വേണം. കാരണം ജർമ്മൻ കമ്പനീസിലോട്ടായിരിക്കും നമുക്ക് ജോബിലേക്ക് പോകുന്നത്. ഇപ്പൊ നഴ്സിംഗ് ആണെങ്കിലും ഡയറക്റ്റ് ജോബാണ്. ഇപ്പൊ ജോബിനാകുമ്പോൾ നമുക്ക് ലാംഗ്വേജ് അതിന്റെ കൂടെ പഠിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് സമയം കാണത്തില്ല, പഠിക്കാനും സമയം കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് എംബസിക്കാർ ചെക്ക് ചെയ്യും. ജോബ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും, എംബസിക്കാർ ചെക്ക് ചെയ്യും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് റീസെന്റ് ആയിട്ടുള്ളതാണോ, റീസെന്റ് എഴുതി എടുത്തതാണോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യും. ഏകദേശം ഒരു 1 year 2 year വരെ അവർ നോക്കത്തുള്ളൂ എംബസിക്കാർ. അതിൽ കൂടുതലുള്ളതൊന്നും വലുതായിട്ട് നോക്കാറില്ല. പക്ഷെ എല്ലാം നമ്മുടെ പോസിബിലിറ്റി പോലെ ഇരിക്കും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോലെ ഇരിക്കും എന്ത് സർട്ടിഫിക്കേഷന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ജോബിന് പോകുന്നവർക്കും ഹൗസ് ബിൽഡിംഗ് കോഴ്സസിന് പോകുന്നവർക്കും വിസയുടെ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വെച്ചാൽ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന്റെ ഒരു വിവരണം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് വാലിഡിറ്റി ബൈ ജർമ്മൻ സർട്ടിഫിക്കറ്റ് ടൈപ്പ്. അപ്പൊ ഓരോ സർട്ടിഫിക്കറ്റിന്റെ ടൈപ്പ് വെച്ചിട്ട് വാലിഡിറ്റി എത്ര വെച്ചാണെന്ന് നമുക്ക് നോക്കാം. ഗ്യോത്തെ ആണെങ്കിൽ ലൈഫ് ടൈം ആണ് ഒഫീഷ്യൽ വാലിഡിറ്റി. പക്ഷേ പ്രാക്ടിക്കൽ അക്സെപ്റ്റൻസിൽ പ്രാക്ടിക്കലായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് 2 to 3 years ആണ് പ്രിഫേർഡ്. 3 years എന്നൊക്കെ പറഞ്ഞാൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, എന്നാലേ എംപ്ലോയീസ് സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ടെൽക്കാണെങ്കിലും ലൈഫ് ടൈം ആണ്, എല്ലാത്തിനും ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. പക്ഷേ ടെൽക്കിന്റെ പ്രാക്ടിക്കലായിട്ട് പറയുവാണെങ്കിൽ 2 to 3 years ആണ് പ്രിഫർ ചെയ്യുന്നത്. ടെസ്റ്റ് സ്റ്റാഫ് ആണെങ്കിൽ ഒഫീഷ്യൽ ലൈഫ് ടൈം ആണ്, പ്രാക്ടിക്കൽ ആണെങ്കിൽ 2 years ഐഡിയ, 2 വർഷത്തിൽ താഴെ ആകാം. 2 വർഷത്തിൽ കൂടുതൽ പോയാൽ പോസിബിലിറ്റി കുറയുവാണ്. DSH ആണെങ്കിൽ ലൈഫ് ടൈം ആണ്, ഡിപ്പെൻസ് ഓൺ യൂണിവേഴ്സിറ്റി. ചില യൂണിവേഴ്സിറ്റിയിൽ DSH എക്സാം എഴുതുന്നവരുണ്ട്. അപ്പൊ അവരെഴുതുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തതാണ് ഈ OSTയുടെ ലൈഫ് ടൈം ഒഫീഷ്യൽ വാലിഡിറ്റി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുവാണെങ്കിൽ 2 to 3 years ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോ എക്സാമിന്റെയും വാലിഡിറ്റിയും അത് ഇപ്പോഴത്തെ വാലിഡിറ്റി നിങ്ങൾക്ക് 2025-26 റൂൾ പ്രകാരമുള്ള വാലിഡിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രാക്ടിക്കൽ അക്സെപ്റ്റൻസ്, പ്രാക്ടിക്കലായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ് ഈ ഓരോന്നിന്റെയും പേരിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ജർമ്മന്റെ ഒഫീഷ്യൽ വാലിഡിറ്റി എന്ന് പറയുന്ന എല്ലാത്തിനും ലൈഫ് ടൈം ആണ്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് അവർ ആൾക്കാരെ എടുക്കുന്നത് കൊടുത്തിരിക്കുന്ന ഈ ഇയേഴ്സിലെ സർട്ടിഫിക്കേഷൻ ഉള്ളവരെയാണ് കൂടുതൽ. അതിൽ കൂടുതൽ പോയാലും വിത്ത് ദ കമ്മ്യൂണിക്കേഷൻ ലെവൽ വെച്ചിട്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി വെൻ ഷുഡ് യു റീടേക്ക് ദ എക്സാം? എപ്പോഴാണ്? ഇപ്പൊ ചിലവരൊക്കെ പറയുന്നത് നീ ഒന്നുകൂടി ഈ എക്സാം എഴുതിയെടുക്കണമെന്നൊക്കെ പറയുന്നവരുണ്ട്. എപ്പോഴാണ് നമ്മൾ ഈ എക്സാം എഴുതിയെടുക്കേണ്ടത്? സർട്ടിഫിക്കറ്റ് ഈസ് ഓൾഡർ ദാൻ 2 to 3 years. 2-3 വർഷത്തിന് മുകളിലായിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ 2 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു, എനിക്ക് 2 മൊഡ്യൂൾ ആ സർട്ടിഫിക്കറ്റ് 2-3 വർഷമായി എങ്കിലുണ്ടെങ്കിൽ ബാക്കി 2 മൊഡ്യൂളും കൂടെ എഴുതിയെടുത്താൽ മതി. റീസെന്റ് ആയിട്ടുള്ള 1-2 മൊഡ്യൂൾസ് അവർക്ക് കാണണം, എന്നാൽ മാത്രമേ നമ്മൾക്ക് അതിന് വാലിഡിറ്റി കിട്ടത്തുള്ളൂ. യു ഹാവ് ഇൻ പ്രാക്ടീസ്ഡ് ജർമ്മൻ റെഗുലർലി. ചിലപ്പോൾ നിങ്ങൾ നല്ലപോലെ ഇന്റർവ്യൂസിനൊക്കെ ഫെയിൽ ആയി കാണാം. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ അത് പ്രാക്ടീസിന്റെ പോരായ്മ കൊണ്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യാഞ്ഞത്. അടുത്തത് യു നീഡ് എ ഹയർ ലെവൽ. ചിലപ്പോൾ ഏറ്റവും ഉള്ളവർക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്താൽ കിട്ടണം എന്നില്ല. പക്ഷെ അവർ പറയും B1 വേണം, ചിലവർ B1 പറയുന്നവർ പറയും B2 ഉണ്ടെങ്കിലേ ഞങ്ങൾ എടുക്കത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ പിന്നെ റെക്കോർഡ് ബൈ എംബസി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി. ചില എംബസിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എംബസിക്കാർക്ക് ചിലപ്പോൾ B2 തന്നെ വേണമെന്ന് നിബന്ധന കാണും, അല്ലെങ്കിൽ നിർബന്ധം ഉണ്ടായിരിക്കും. ചില അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പറയും ഞങ്ങൾക്ക് B2 ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ എടുക്കത്തുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും എക്സാം എഴുതാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം 2 വർഷത്തിന് മുകളിലായവരോ അല്ലെങ്കിൽ
ഇനി ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിന് എക്സാം എഴുതാൻ പോകുന്നവരോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇഫ് യുവർ സ്പീക്കിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആർ സ്ട്രോങ് യു മേ സ്റ്റിൽ സക്സീഡ്. അപ്പൊ നിങ്ങൾക്ക് 2-3 വർഷത്തിന് മുകളിലുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നല്ലപോലെ സംസാരിക്കാനും അതേപോലെ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചതിന് കറക്റ്റ് റിപ്ലൈ കൊടുക്കുന്നവർക്കും പോസിബിലിറ്റീസ് കൂടുതലാണെന്നാണ് ഞാൻ പറയുന്നത്. അടുത്തത് ഫോർ വിസ ആൻഡ് യൂണിവേഴ്സിറ്റി റീസെന്റ് സർട്ടിഫിക്കറ്റ് സേഫർ. നിങ്ങൾക്ക് വിസയ്ക്ക് വെക്കുമ്പോഴോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിന് അപ്ലൈ ചെയ്യുമ്പോഴോ റീസെന്റ് ആയിട്ടുള്ള ഒരു 1 ഇയറിന് അല്ലെങ്കിൽ 2 ഇയറിന് അടുത്തുള്ള സർട്ടിഫിക്കറ്റ്സ് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫർ. കാരണം അങ്ങനെയുള്ളവർക്ക് റിജക്ഷൻസ് കുറയാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. ക്ലിയർ ആകുന്നുണ്ടോ? ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരു ജർമ്മൻ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനോ അല്ലെങ്കിൽ ജോബിന് നോക്കുന്നവർ ആരും ആയിക്കോട്ടെ, അപ്പൊ ജർമ്മൻ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഒരു 6 മുതൽ 12 മാസം വരെയാണ് നമ്മുടെ ലാംഗ്വേജിന്റെ കോഴ്സ് വരുന്നത്. ടേക്ക് ദ എക്സാം റീസെന്റ് വിത്ത് 1 ഇയർ. ഓക്കെ, നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഏകദേശം ഒരു 1 ഇയറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് റിജക്ഷൻസ് ഒഴിവാക്കാൻ പറ്റും. സ്റ്റാർട്ട് പ്രാക്ടീസിങ് സ്പീക്കിംഗ് പ്ലസ് റൈറ്റിംഗ്. നിങ്ങൾക്ക് സംസാരിക്കാനും എഴുതാനും നല്ലപോലെ ആ ടൈം പീരീഡിൽ പഠിക്കുക. കാരണം ഇന്റർവ്യൂ ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഗ്യാപ്പ് വരും. ഇപ്പം B2 ഫുൾ കിട്ടിയവർ ചിലപ്പം 6 മാസത്തെ പ്രോസസ്സിംഗ് ടൈമിലൊക്കെ ഉണ്ട്. അപ്പൊ 6 മാസം ഇന്റർവ്യൂ ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അത്രയും പ്രിപ്പയർ ചെയ്യണം എന്നില്ല. അപ്പൊ ആ സമയത്തൊക്കെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ എഴുതാനും അതേപോലെ ഈവൻ ദോ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടി, B2 കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും വീണ്ടും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, വീണ്ടും സംസാരിക്കുക, വീണ്ടും ലെറ്റേഴ്സ് ഒക്കെ എഴുതി പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ബി റെഡി ഫോർ ഇന്റർവ്യൂ ഇൻ ജർമ്മൻ. നിങ്ങൾ എപ്പോഴും ഒരു ജർമ്മൻ ഇന്റർവ്യൂവിന് റെഡി ആയിരിക്കണം. എന്ന് വെച്ചാൽ 2 വർഷത്തിനോ 3 വർഷത്തിനോ മുകളിലായിരിക്കുന്നവരുടെ മെയിൻ ആയിട്ട് സ്പീക്കിംഗ് സ്കില്ലാണ് അവർ ചെക്ക് ചെയ്യുന്നത്. നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ലപോലെ ജർമ്മനിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് കൂടുതലായിരിക്കും. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വാലിഡിറ്റിയെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.